ഇന്ന് നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ എന്നത്. ഈ ലോകത്തുള്ള എന്ത് കാര്യങ്ങളും മൊബൈൽ ഫോണിലൂടെ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നു. എന്നാൽ ഇതേ മൊബൈൽ ഫോൺ തന്നെ നമ്മുടെ ജീവിതത്തിൽ വില്ലനായി വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാറുമുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഗൃഹനാഥന്റെ മൊബൈലിലേക്ക് വന്ന കോൾ കലാശിച്ചത് വലിയ ഒരു അപകടത്തിലായിരുന്നു. മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതിനിടെ പല അബദ്ധങ്ങളും സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം അശ്രദ്ധകൾ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. ഖമ്മം ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മഹേഷ് ബാബു എന്ന യുവാവാണ് അതിദാരുണമായി മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് നാടിന് നടുക്കിയ ആ ദുരന്തം അരങ്ങേറിയത്. രാത്രി തന്റെ വളർത്തുനായയെ കുളിപ്പിക്കാനായി തുടങ്ങുകയായിരുന്നു മഹേഷ് ബാബു. അദ്ദേഹത്തിന്റെ കൂടെ 9 വയസ്സുകാരിയായ മകൾ ശബന്യയുമുണ്ടായിരുന്നു. നായയെ കുളിപ്പിക്കാനുള്ള ചൂടുവെള്ളം തയ്യാറാക്കുന്നതിനായി മഹേഷ് ബാബു ഹീറ്റർ കയ്യിലെടുത്തു. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് മഹേഷ് ബാബുവിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഇതോടുകൂടി അദ്ദേഹത്തിന്റെ ശ്രദ്ധ പിന്നെ മൊബൈൽ ഫോണിലേക്കായി. ഫോൺ വന്നതോടുകൂടി മഹേഷ് ബാബു പെട്ടെന്ന് ഹീറ്റർ എടുത്ത് കക്ഷത്തിൽ വെക്കുകയായിരുന്നു. പിന്നീട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഫോൺ വെള്ളത്തിൽ വെച്ചു എന്ന ഓർമ്മയിൽ ഇദ്ദേഹം ഹീറ്ററിന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയും ചെയ്തു. ഇതോടെ മഹേഷ് ബാബുവിന് വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്നിരുന്ന മകൾ ഭയന്ന് നിലവിളിച്ച് ഓടി അമ്മയോട് വിവരം പറയുകയായിരുന്നു. ഉടൻ തന്നെ ഓടിയെത്തിയ ഭാര്യ ദുർഗാദേവി പരിഭ്രാന്തയായി നാട്ടുകാരെ വിളിച്ചുകൂട്ടിയാണ് മഹേഷ് ബാബുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. എന്തായാലും വലിയ ഒരു അശ്രദ്ധ മൂലം സംഭവിച്ച ഒരു മരണം തന്നെയായിരുന്നു ഇത്. കൂടാതെ ഇലക്ട്രിക്കൽ വീട്ടുപകരണങ്ങൾ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ സംഭവം നമുക്ക് കാണിച്ചു തരുന്നു. മരണപ്പെട്ട മഹേഷ് ബാബുവിന് ഭാര്യയും 2 പെൺമക്കളുമാണുള്ളത്. നാളികേര കച്ചവടം നടത്തി വരികയായിരുന്നു ഇദ്ദേഹം. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ വിയോഗത്തോടെ 2 പെൺമക്കളടങ്ങുന്ന ഒരു കുടുംബമാണ് അനാഥമായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.